ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് കൂടിയാണ്. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ തോലൊന്ന് കറുത്ത് കാണുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പഴം നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഈ റോബസ്റ്റ പഴം മാത്രം മതി എന്നല്ല, നമുക്ക് ചെറുപഴം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴവും ഈ ഒരു സ്നാക്കിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ തോലൊക്കെ കറുത്ത് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പഴം ഉണ്ടെങ്കിലും ഈ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടകളോ എന്താ പറയുക, ഉടയാതെ കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അന്ന് നല്ല ടേസ്റ്റാണ് കടിക്കാൻ കിട്ടുമ്പോൾ. പിന്നെ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ഒരു 5 ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ നോക്കുക. നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ ഒരല്പം മുകളിലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഈ അടിച്ചെടുത്തിട്ടുള്ള തൈരും പഞ്ചസാരയും കൂടി ഈ നമ്മൾ പഴം ഒന്ന് ഉടച്ചു വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. 2 കോഴിമുട്ടയിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും ഉപ്പ് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഫ്ലേവറിനായിട്ട് ഏലക്കയാണ് ചേർത്തത്. നിങ്ങളുടെ അടുത്ത് ഏലക്ക ഇല്ലെങ്കിൽ അതിന് പകരം വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി യോജിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പതപ്പിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് മുതൽ ഏകദേശം 1/2 കപ്പ് വരെ ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ തേങ്ങയുടെ സ്നാക്കായിട്ട് കഴിക്കുമ്പോൾ കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ്. ഒരുപാട് തരികളൊന്നും ഇല്ലാത്ത റവയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ റവ നമ്മളിപ്പോൾ ഇത്രയും ലൂസ് ഉണ്ട്. അപ്പോൾ ഇതിലേറെ ഒന്നും കൂടി ടൈറ്റായി വരും. നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഞാനൊരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ പഴത്തിൻ്റെ ആ വെള്ളവും നമ്മൾ മുട്ടയിലൂടെയൊക്കെ ആ ഒരു നനവൊക്കെ റവ വലിച്ചു കുടിക്കും. വലിച്ചു കുടിച്ചിട്ട് ഇതേപോലെ കുറച്ച് ടൈറ്റായിട്ട് വരും. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കണ്ട. നമ്മൾ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് പൗഡർ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡർ നമ്മുടെ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഒരു എന്താ പറയുക പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് കേട്ടോ. ഇതേപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താലും മതിയാകും. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് തയ്യാറാക്കിയാൽ മതിയെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ. ഈ സമയത്ത് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഈ ഒരു സ്നാക്കിലേക്ക് അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്കത് സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് മതിയെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിവിടെ മുഴുവനും റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം എണ്ണയുടെ ചൂട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് എണ്ണയ്ക്ക് ചൂടാകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എപ്പോഴും ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ പഴവും മുട്ടയും അതുപോലെ തന്നെ തൈരും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ ചേരുവകളാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യം ഉള്ളൊക്കെ നല്ല സോഫ്റ്റ്, പുറവും ഉള്ളും എല്ലാം നല്ല സോഫ്റ്റാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.